ഇക്സാലോജിക്കും വീണയുമായുള്ള രേഖകൾക്ക് അതീവ രഹസ്യ സ്വഭാവം കൈമാറാതെ CMRL രേഖാ സെറ്റിൽമെന്റ് കമ്മീഷന്റെ നടപടികൾ തീർപ്പാക്കിയത് മറ്റൊരു ഏജൻസിക്കും പുനഃപരിശോധിക്കാനാവില്ല. എക്സാലോജിക്കും വീണയുമായി ബന്ധപ്പെട്ട രേഖകൾ ഇഡിക്ക് കൈമാറാതെ CMRLന്റെ ഒളിച്ചുകളി. രേഖകൾ ആദായനികുതി വകുപ്പിന്റെ സെറ്റിൽമെന്റ് നടപടികളുടെ ഭാഗമാണെന്നും അതീവ രഹസ്യ സ്വഭാവമുള്ളതാണെന്നും ചൂണ്ടിക്കാട്ടിയാണ് CMRL നീക്കം. സെറ്റിൽമെന്റ് കമ്മീഷന്റെ നടപടികൾ തീർപ്പാക്കിയതാണെന്നും മറ്റൊരു ഏജൻസികൾക്കും പുനഃപരിശോധിക്കാനാകില്ലെന്നുമാണ് CMRLന്റെ മറുപടി. IT സേവനങ്ങളുടെ പേരിലായിരുന്നു CMRLും വീണയും എക്സാലോജിക്കും തമ്മിലുള്ള സാമ്പത്തിക ഇടപാട്. 2017 ജനുവരിയിലായിരുന്നു IT ആൻഡ് മാർക്കറ്റിംഗ് കൺസൾട്ടന്റായി CMRLിൽ വീണ വിജയന്റെ നിയമനം. മാർച്ചിൽ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് മെയിന്റനൻസ് എന്ന പേരിൽ എക്സാലോജിക്കുമായും CMRL കരാറിൽ ഏർപ്പെട്ടു. വീണയ്ക്ക് പ്രതിമാസം 5 ലക്ഷവും എക്സാലോജിക്കിന് 3 ലക്ഷം രൂപ വീതമായിരുന്നു പ്രതിഫലം. 2016 മുതൽ 18 വരെ 1,72,00,000 രൂപയാണ് CMRL വീണയ്ക്കും എക്സാലോജിക്കിനുമായി കൈമാറിയത്. നിയമന ഉത്തരവ്, ഇൻവോയ്സ്, പണം കൈമാറിയതിന്റെ അക്കൗണ്ട് ലെഡ്ജർ ഉൾപ്പെടെയുള്ള രേഖകളാണ് ED CMRLിലെ ജീവനക്കാരോട് ഹാജരാക്കാൻ ആവശ്യപ്പെട്ടത്. ചോദ്യം ചെയ്യലിന് ഹാജരായ ജീവനക്കാർ കമ്പനികളുമായി ബന്ധപ്പെട്ട മറ്റു ചില രേഖകൾ ഹാജരാക്കിയെങ്കിലും വീണയുമായി ബന്ധപ്പെട്ട രേഖകൾ പൂർത്തി. ആദായനികുതി വകുപ്പ് ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ നടപടികളെ മറയാക്കിയാണ് ഈ നീക്കം. ജൂൺ 12-ന് സെറ്റിൽമെന്റ് ബോർഡിന്റെ ഉത്തരവിറങ്ങിയ സാഹചര്യത്തിൽ മറ്റൊരു ഏജൻസിക്കും ഈ വിഷയത്തിൽ അന്വേഷണം നടത്താനാകില്ലെന്നും CMRL വാദിക്കുന്നു. ആദായനികുതി നിയമത്തിലെ 245G, 245I വകുപ്പുകളാണ് രേഖകൾ ഹാജരാക്കാതിരിക്കാൻ CMRL കൂട്ടുപിടിക്കുന്നത്. അന്വേഷണ ഉദ്യോഗസ്ഥന് നൽകിയ മറുപടിയിലാണ് ഇക്കാര്യങ്ങൾ വിശദീകരിക്കുന്നത്. CMRLന്റെ വാദം തള്ളിയ ED എത്രയും വേഗം രേഖകൾ ഹാജരാക്കാൻ നിർദ്ദേശം നൽകി. ഇതിന്റെ ഭാഗമായി കൂടുതൽ ജീവനക്കാരെ ചോദ്യം ചെയ്യാനാണ് ED നീക്കം. കമ്പനി ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ KS സുരേഷ് കുമാർ ED ഓഫീസിൽ ഹാജരായെങ്കിലും രേഖകൾ ഹാജരാക്കാത്തതിനാൽ മടക്കി അയച്ചു.